നമ്മുടെ ശരീരത്തിൽ ഒരൊറ്റ ഹാർട്ട് മാത്രമല്ല, സെക്കൻഡ് ഹാർട്ട് കൂടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചു? അതെ, നമ്മുടെ കാഫ് മസിലിനെയാണ് സെക്കൻഡ് ഹാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. ഒരു ഹെവി ലെഗ് വർക്കൗട്ടിന് ശേഷമോ കൂടുതൽ നേരം നിൽക്കുമ്പോഴോ നിങ്ങൾക്ക് തല കറങ്ങുന്നതോ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇതിനെയാണ് വീനസ് കൂളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് വലിയ അളവിൽ കാലുകളിലേക്ക് എത്തും. ഈ ബ്ലഡിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ തിരിച്ച് നമ്മുടെ മെയിൻ ഹാർട്ടിലേക്ക് എത്തിക്കുന്ന ജോലി നമ്മുടെ സെക്കൻഡ് ഹാർട്ട് ഓഫ് ദ ബോഡി ആയിട്ടുള്ള കാഫ് മസിലിനാണ്. മെഡിക്കൽ ഭാഷയിൽ ഇതിനെ സ്കെലറ്റൽ മസിൽ പമ്പ് എന്ന് പറയും. പക്ഷേ ഒരു ഹെവി വർക്കൗട്ടിന് ശേഷം ഒറ്റ നിൽപ്പ് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാർട്ടിന്റെ പമ്പ് കുറയും. ഇതുമൂലം തലച്ചോറിൽ ബ്ലഡ് എത്താതിരിക്കുകയും കാലിൽ തന്നെ കിടക്കുകയും ചെയ്യുന്നു. ഇത് ബി.പി ലോ ആവാൻ കാരണമാകുന്നു. ഈ അവസ്ഥ പറയുന്നതാണ് പോസ്റ്റ് എക്സസൈസ് ഹൈപ്പോടെൻഷൻ. ഇത് ഒഴിവാക്കാനായി ഒരു സിമ്പിൾ ടെക്നിക് ഉണ്ട്. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സ്റ്റാച്യു പോലെ നിൽക്കാതെ 2-3 മിനിറ്റ് നടന്ന് ആക്റ്റീവ് കൂൾ ഡൗൺ ചെയ്യുക. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് അറിയാനായി ഫോളോ ചെയ്ത് കൂടെ കൂടി.